സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്കരികിൽ നിരാഹാര സമരവുമായി ഒരു കൂട്ടം അധ്യാപകർ. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ സർക്കാർ നിയമന അംഗീകാരം വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. 4 വർഷത്തിലേറെയായി ശമ്പളം മുടങ്ങിക്കിടക്കുന്ന അധ്യാപകരും ഈ കൂട്ടത്തിലുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന പ്രധാന വേദിയിൽ കലോത്സവം പൊടി പൊടിക്കുമ്പോൾ ഒരു കൂട്ടം അധ്യാപകർ ഇവിടെ നിരാഹാര സമരത്തിലാണ്, യാചനാ സമരത്തിലാണ്. ഭിന്നശേഷി സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നീതി നിഷേധം ആരോപിച്ചുകൊണ്ടാണ് ഇവിടെ നിരവധി അധ്യാപകർ സമരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യാചനാ സമരവും പ്രതിഷേധ സമരവും ഇപ്പോൾ നിരാഹാര സമരവുമാണ് നടക്കുന്നത്. ചിലർക്ക് നിയമനം ലഭിക്കുന്നില്ല, ചിലർക്ക് 4 വർഷത്തിലേറെയായി ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ള ഗുരുതര ആവശ്യങ്ങൾ, ഗുരുതര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപകർ സമരം ചെയ്യുന്നത്. എന്താണ് പ്രധാനപ്പെട്ട വിഷയം? എന്ത് പരിഹാരമാണ് ആഗ്രഹിക്കുന്നത്? 2018 മുതൽ അധ്യാപക നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിരൂക്ഷമായ ഒരു പ്രശ്നമാണിത്. നമുക്കറിയാം, സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാരായ അധ്യാപകരെ 4% അവർക്ക് നിയമനം നൽകണം എന്നുള്ള വിധിയുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഭിന്നശേഷിക്കാരെ, അതായത് 94 മുതലുള്ള ഭിന്നശേഷിക്കാരെ ഒരുമിച്ച് നിയമിക്കേണ്ടി വരുമ്പോൾ അത്രയും ഭിന്നശേഷിക്കാരില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം നിൽക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭിന്നശേഷി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി NSSന് അനുകൂലമായൊരു വിധി വന്നിരുന്നു. ആ വിധിക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സമാന സ്വഭാവമുള്ള മാനേജ്മെൻറ്റുകൾക്ക്, ആ വിധിയുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത്, ഭിന്നശേഷിക്കാരായ അധ്യാപകർക്ക് ഉള്ള നീക്കിവെച്ചിരിക്കുന്ന തസ്തികകൾ ഒഴിച്ചിട്ടിട്ട് മറ്റ് തസ്തികകളിൽ യോഗ്യരായ അധ്യാപകരെ നിയമിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള കൃത്യമായ വിധിയുണ്ട്. അതനുസരിച്ച് NSS മാനേജ്മെൻറ്റിൽ അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 250ഓളം പേരെ നിയമിച്ചു കഴിഞ്ഞു. സമാനമായിട്ട് ഏതാണ്ട് 10-20,000-ഓളം വരുന്ന അധ്യാപകർ കേരളത്തിൽ നീതി നിഷേധിക്കപ്പെട്ട് ശമ്പളം കിട്ടാനില്ലാതെ, സ്ഥിരനിയമനം ലഭിക്കാതെ ദുരിതപ്പെടുകയാണ്. ആ ദുരിതപ്പെടുന്ന ആ പ്രശ്നത്തെ എത്രയും പെട്ടെന്ന് സർക്കാർ അതിൽ ഒരു തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിരാഹാര സമരത്തിലാണോ? എത്ര ദിവസമായി? ഇന്ന് 2ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഞങ്ങളെ അധ്യാപകരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സർക്കാർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ശമ്പളമില്ലാതെ വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങളെല്ലാ സ്കൂളിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പോസ്റ്റൊക്കെ മാറ്റിവെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് മറ്റു തസ്തികകളിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം തന്നെ ഞങ്ങൾക്ക് നിയമന അംഗീകാരം തരുന്നതിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷേ എന്തുകൊണ്ടോ സർക്കാർ അനുകൂല നിലപാടെടുക്കുന്നില്ല. ഇല്ല, സർക്കാർ NSSന് വേണ്ടി മാത്രം ഒരു നിലപാടെടുക്കുകയും മറ്റ് അധ്യാപകരെ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണുള്ളത്. അത് എന്ത് തരം വോട്ട് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ടീച്ചർ? 2021 ശേഷം ജോയിൻ ചെയ്ത അധ്യാപകരാണ് ഞങ്ങളെല്ലാവരും. 23,000 അധ്യാപകരാണ് ഈ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കോടതി വിധികളൊക്കെ, ഉത്തരവുകളൊക്കെ ഞങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും അതുമായി ഉദ്യോഗസ്ഥരെടുത്തും മന്ത്രിമാരെടുത്തും പോകുമ്പോൾ ഞങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഇലക്ഷന് മുൻപ് തരില്ല, അല്ലെങ്കിൽ നിങ്ങളിത് 4 വർഷമല്ലേ നിങ്ങളായിട്ടുള്ളൂ, 10-25 വർഷമല്ല ടീച്ചേഴ്സ് ഇപ്പോഴും ശമ്പളം ലഭിക്കാതെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ 4 വർഷം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കാലം. 4 വർഷമായി ശമ്പളം കിട്ടാത്ത ആളുകൾ പോലും ഉണ്ട്. ഈ ഭിന്നശേഷി അധ്യാപകർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കലോത്സവ വേദികൾക്ക് അടുത്ത്.